നമുക്ക് ബാലന്റെ കോമഡിയുടെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് മീനുവിനോടും മിത്രയോടും അനുശ്രീ കാര്യങ്ങളൊക്കെ പറയണം. അലോക് 2-3 വട്ടം തന്നെ കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഫ്രണ്ട്സ് വഴി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന്. അത് കേട്ടപ്പോ മീനു പറഞ്ഞു, സൂക്ഷിക്കണം അനു, നീയ അവരെന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തോണ്ടാ വന്നിരിക്കുന്നേ. മിത്ര പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നില്ല മീനു ചേച്ചി, അവന്റെ മനസ്സിലിപ്പോ കുറ്റബോധം ഉണ്ടെന്ന് തോന്നേ. കുറ്റബോധം അവനോ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അങ്ങ് ചാടി എഴുന്നേറ്റു. അവന്റെ സ്വഭാവമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അവൻ ഇതിനു മുമ്പ് എന്തൊക്കെ അനുവിനോട് ചെയ്തേ. അവൻ ഇത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റുണ്ടായിരുന്നെങ്കിൽ അനുവിന്റെ കല്യാണത്തിന് അന്ന് അവൻ അത്രയും വലിയൊരു കൊടും കൈ ചെയ്യുവോ? എല്ലാവരുടെ മുന്നില് അനുവിനെ നാണം കെടുത്തി, നമ്മുടെ കുടുംബത്തെ മുഴുവൻ നാണം കെടുത്തിയില്ലേ. എന്നിട്ട് അവന് കുറ്റബോധം ഉണ്ടെന്ന്. അതൊക്കെ അവന്റെ ഒരു അഭ്യാസമാ, നാടകമാ. അതിനകത്ത് ഒരിക്കലും അനു നീ വീണു പോയേക്കരുത്. മിത്ര പറഞ്ഞു, ഞാൻ ജയിലിൽ പോയി അവനെ കാണുന്ന സമയത്ത് അവന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവന് നല്ല വിഷമമുണ്ടായിരുന്നു. ഒരുപക്ഷെ അവൻ ഇപ്പോഴായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയത് താനിപ്പോ ചെയ്തതൊന്നും ശരിയല്ലാന്ന്. അനു പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മിത്ര ചേച്ചി. കാരണം അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അവൻ എന്നോട് സ്നേഹമാണെന്നും പറഞ്ഞ് ഇത്രയും കാലം എന്നെ വഞ്ചിക്കുമായിരുന്നു. എന്നിട്ടോ ഒടുവില് അവന് നമ്മുടെ കുടുംബത്തോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിക്കുകയോ ചെയ്തേ. അതൊക്കെ എന്റെ മനസ്സിൽ തന്നെയുണ്ട്. ഞാൻ അവനെ ആത്മാർത്ഥമായിട്ടായിരുന്നു ആദ്യ സമയത്ത് സ്നേഹിച്ചത്. ഇനി ഒരു കാരണവശാലും ഞാൻ അവനെ സ്നേഹിക്കില്ല, അവനെ വിശ്വസിക്കാനും പോകുന്നില്ല. എനിക്കറിയാം അവന്റെ ചതി എന്താന്ന്. പിന്നീട് മീനു പറഞ്ഞു, ഇപ്പൊ ദേവി ചേച്ചിയുടെ കാര്യം തന്നെ നിർത്തി വെക്ക്. ദേവി ചേച്ചി ആനന്ദേട്ടനും തമ്മിൽ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള എവിടെ എത്തുമെന്ന് അറിയത്തില്ല. ഇപ്പോഴാണെങ്കിൽ അമ്മ പറയുന്നേ ഡിവോഴ്സ് വേണമെന്നാ പറയണേ. അത് ആനന്ദേട്ടൻ പറഞ്ഞിട്ട് തന്നെയാ. പക്ഷെ അവര് തമ്മിലുള്ള ഡിവോഴ്സ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ഒരു പക്ഷേ ദേവി ചേച്ചിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അത് കേട്ടപ്പോ അനു പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം എന്തിനും ഏതിനും നിൽക്കാം. പക്ഷേങ്കിൽ ആനന്ദേട്ടൻ സമ്മതിക്കണ്ടേ? അച്ഛനും അമ്മയെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ദേവി ചേച്ചിയായിട്ടും സംസാരിച്ച് നോക്കട്ടെ. ഇനിയിപ്പോൾ ആനന്ദേട്ടൻ ഡിവോഴ്സ് എന്നും പറഞ്ഞു മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനന്ദേട്ടനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീദേവി ഉറക്കം വരാതെ കിടക്കുമായിരുന്നു. കാരണം കണ്ണടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവമംഗലായിരുന്നു മുന്നില്. എല്ലാവരും എത്ര സന്തോഷത്തോടു കൂട്ടാ കഴിഞ്ഞുകൊണ്ടിരുന്നേ. എല്ലാം ഒരു നിമിഷം കൊണ്ടാ തകർന്നു പോയത്. അല്ല, ദേവമംഗലത്തുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം തന്റെ തെറ്റാണ്. തന്റെ കുടുംബം ചെയ്ത ചതി. ഒരിക്കലും താൻ തന്റെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ പാടില്ലായിരുന്നു. അച്ഛന്റെ അമ്മയുടെ കളിപ്പാവയാവാൻ പാടില്ലായിരുന്നു. പാവം ആനന്ദേട്ടന് തനിക്ക് വേണ്ടിയിട്ട് കുറെ സഹിക്കുകയോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, എത്രയെന്ന് വെച്ചാൽ ഒരാൾക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നേ? സ്വന്തം ജീവിതം കൺമുന്നിൽ കൂടെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് ഒന്നും മിണ്ടാനാവാത്തൊരവസ്ഥയിലായിരുന്നു ആനന്ദേട്ടൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഒടുവില് എന്താണെങ്കിലും ചതിക്കുള്ള കൂലി തന്നെ കിട്ടുകയും ചെയ്തു. തന്റെ അച്ഛന്റെ അമ്മയുടെ കള്ളത്തരമൊക്കെ പുറത്തു വന്നില്ലേ. ഇപ്പോഴെങ്കിലും ഇത് വന്നത് നന്നായി. ഇനി തനിക്ക് അഭിനയിക്കണ്ടല്ലോ ആരുടെ മുന്നില്. അല്ലെങ്കിൽ ഇത്രയും കാലം എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുമായിരുന്നു. ഓരോ നിമിഷം നീറിയതാൻ കഴിഞ്ഞുകൊണ്ടിരുന്നേ. പക്ഷെ ആനന്ദേട്ടനില്ലാതെ തനിക്കൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. നാളെ മീനുവിനെ കണ്ടു കഴിയുമ്പോൾ എല്ലാം തുറന്നു പറയണം എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ മീനാക്ഷി ശ്രീദേവിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ പുറത്ത് വെച്ച് കാണാം, വീട്ടിൽ വെച്ച് കാണണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനു. അങ്ങനെ മീനു ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ശ്രീദേവി അവിടെ കാത്തുനിന്നു. അങ്ങനെ ശ്രീദേവിയും കൂട്ടിക്കൊണ്ട് ഒരു കോഫി ഷോപ്പിലേക്ക് പോയി മീനു. അവിടെ വെച്ച് സംസാരിക്കുന്ന സമയത്ത് മീനു പറഞ്ഞു, ഞാനെങ്ങാനും ദേവി ചേച്ചിയെ കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മ പിന്നെ അത് മതി വലിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. ഇന്നലെ തന്നെ ഫോൺ വിളിക്കുന്ന സമയത്ത് അമ്മ വന്നപ്പോൾ എനിക്ക് കള്ളത്തരം പറയേണ്ടി വന്നു. അതെനിക്ക് മനസ്സിലായി മീനു, നീ ഫോണിൽ കൂടെ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ടായല്ലേ. എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ വല്ല ബുദ്ധിമുട്ടുവാണോ? ദേവി ചേച്ചി ഞങ്ങൾ അത്ര കണ്ട വിശ്വസിച്ചേ. ഞാനും ആണെങ്കിലും മിത്രയാണെങ്കിലും അനു ആണെങ്കിലും ദേവി ചേച്ചി സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ, സ്വന്തം ചേച്ചിയെ പോലെ കണ്ടിരുന്നേ. പക്ഷേങ്കില് അത് കേട്ടപ്പം ദേവി പറഞ്ഞു, എന്റെ കയ്യിലാ തെറ്റ് മീനു. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളും കഥകളും കാര്യങ്ങളൊക്കെ എല്ലാവരും തുറന്നു പറയണമായിരുന്നു. നമ്മൾ തമ്മിൽ അത്ര കൂട്ടായിട്ട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ ചെയ്ത തെറ്റ്. പക്ഷെ ഒരിക്കലും ആനന്ദേട്ടനെ ചതിക്കണമെന്നോ ആ കുടുംബത്തെ ചതിക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവിടേക്ക് വന്ന സമയത്ത് എനിക്ക് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ നിങ്ങളെല്ലാം അത്ര സ്നേഹിച്ചു. നിങ്ങളെല്ലാം എൻ്റെ അനുജത്തിമാരാന്ന് എനിക്ക് തോന്നി. അങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്നേ. ആ കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ അതെൻ്റേതാന്ന് ഞാൻ കണക്കൂട്ടി. അതുകൊണ്ടാണല്ലോ അനുവിന് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒപ്പം നിന്നേന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ ഇത് അച്ഛനും അമ്മയ്ക്കും മനസ്സിലാണ്ടേ. അവര് കരുതുന്ന ദേവി ചേച്ചിയും കൂടെ വന്നിട്ട് ചതി ഏതെന്നാ. അമ്മ ഇതുവരെ ദേവി ചേച്ചിയുടെ സ്വത്തോ പണോ ഒന്നും കണ്ടിട്ടല്ല.
ദേവചേച്ചി സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞങ്ങളെക്കാളും ഒരു പിടി കൂടുതൽ സ്നേഹമായിരുന്നു അമ്മയ്ക്ക്. എനിക്കറിയാം, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞേ, എൻ്റെ സ്വന്തം വീട്ടിൽ കിട്ടാത്ത സ്നേഹവും പരിഗണനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ആ വീട്ടിലുണ്ടായിരുന്നേ. ആ വീട്ടിലുള്ളവർ എൻ്റെ സ്വന്തം തന്നെയായിരുന്നു. അവിടെ അല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല മീനു. എങ്ങനെയെങ്കിലും നീ വീട്ടിലൊന്ന് സംസാരിച്ച് എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകണം, അല്ലെ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, അവരാരും സമ്മതിക്കുന്നില്ല. ഉം, ഉം, ദേവി ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ദേഷ്യമാണ്. അത് മാത്രമല്ല, ആനന്ദേണ്ണ ഒരു പുതിയ കാര്യം പറഞ്ഞിട്ടുണ്ട്, ദേവി ചേച്ചിയായിട്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന്. ഇത് കേട്ടപ്പോൾ ശ്രീദേവി ചോദിച്ചു, എന്താ പറഞ്ഞേ? ദേവി ചേച്ചിയെ ഡിവോഴ്സ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തും ചെന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് സഹിച്ചില്ല. എന്നോട് ഡിവോഴ്സ് ചെയ്യാനോ? ഒരു കാര്യം ഞാൻ പറയാം മീനു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആനന്ദേണ്ണ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനില്ല, ഈ ദേവിയില്ല, ദേവിന് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല മീനു, സത്യമായിട്ട് പറയുന്ന. ഇനി എൻ്റെ ജീവിതത്തിൽ വേറൊരു പുരുഷനില്ല. ഞാൻ ആനന്ദേണ്ണ ഭാര്യ. ആനന്ദേണ്ണ അല്ലാതെ വേറൊരാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനും പോകുന്നില്ല. അപ്പൊ ആനന്ദേണ്ണ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനു പറഞ്ഞു, ദേവി ചേച്ചി ഇങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അറിയാലോ, നമുക്ക് എന്തിനും ഏതിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. ഉണ്ട് മീനു, പരിഹാരമുണ്ട്. പക്ഷെ ആനന്ദേണ്ണും ആർക്കും എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വീട്ടുകാരുടെ സ്വഭാവം അറിയാലോ. ഇപ്പൊ തന്നെ വിദ്യയ്ക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഞാൻ ഈ വീട്ടിൽ നിൽക്കുകയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം നടക്കില്ലെന്നും പറഞ്ഞ് അച്ഛനും അമ്മേനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അവരെന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ടാക്കുന്നുണ്ട്, അടുത്ത തന്ത്രങ്ങളും മെനയുന്നുണ്ട് എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട്. വിദ്യയുടെ കല്യാണം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കള്ളത്തരം പറഞ്ഞ് അവര് വിദ്യയുടെ കല്യാണം നടത്താൻ ശ്രമിക്കുവാണെങ്കിൽ ഞാനിത് മുടക്കും. വേറൊന്നുമല്ല മീനു, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു. വേറൊരു വീട്ടിൽ ചെന്ന് കള്ളത്തരം കാണിച്ച് ഞാനിങ്ങനെ ഓരോ നിമിഷം ഉരുകി കഴിഞ്ഞുകൊണ്ടിരുന്നത്. എപ്പോഴാണ് നമ്മുടെ കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് ഓർത്തിട്ട്. അതുപോലെ വിദ്യയ്ക്ക് സംഭവിക്കരുത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പം പക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ പറയണേ, അമ്മ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അമ്മ ജീവനോടെ ഇരിക്കില്ലെന്നാ. പക്ഷെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. മീനു പറഞ്ഞു, ദേവി ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, ഇനി ഇതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കടയിലേക്ക് എന്നാലും കടയിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനായിട്ട് ബാലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, എടാ ബാല, നീ ഇങ്ങനെ തകർന്നു പോയാലോ, എങ്ങനെ ശരിയാന്നേ? എടാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യ, ദേവിയുമായിട്ട് സംസാരിച്ച് ദേവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യുക. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, ദേവിനെ കൂട്ടിക്കൊണ്ടുവരാനോ? ആനന്ദ് പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ? അവന് ഡിവോഴ്സ് വേണമെന്ന്. ഡിവോഴ്സോ? അതെ, എത്രയും പെട്ടെന്ന് അതിന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദേ ബാല, നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ദേവിയെ ഞാൻ കണ്ടിടത്തോളം അവൾ ആള് പാവമാണ്. ഈ കട വരുമ്പോഴേക്കും അറിയാലോ, കടയിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണ് നോക്കുന്നേ. 1 രൂപയ്ക്ക് പോലും അവൾ കണക്കെഴുതി വെക്കും. പക്ഷെ അവളുടെ വീട്ടുകാർ ചെയ്ത ചതിക്ക് അവൾ എന്ത് തെറ്റ് ചെയ്തു? ഒരു പക്ഷെ അവരോടൊപ്പം നിൽക്കാനല്ലേ അവൾക്കും പറ്റത്തുള്ളൂ. ബാലൻ പറഞ്ഞു, അതൊക്കെ ശരിയാ രാമേട്ടൻ പറയുന്നേ, പക്ഷേ അവൾ ഇത്രയും കാലം അവിടെ നിന്ന് അവൾക്ക് ഒരു വാക്കെങ്കിലും പറയായിരുന്നു. എനിക്കതും കൂടെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല എന്ന് ബാലൻ പറഞ്ഞു. ഈ സമയത്ത് ഗോമതി മുറ്റത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ മതിലിന്റെ അരിയിലേക്ക് വന്നു. മതിലിന്റെ അരിയിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഗോമതിയോട് പറഞ്ഞു, മോളെ, അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആനന്ദിന്റെ ഭാര്യയല്ലേ ദേവി, അപ്പൊ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണ്ടേ? കൂട്ടിക്കൊണ്ട് വരാനോ? എന്റെ അനുജൻ ധർമ്മൻ ആ വീട് വിട്ടിറങ്ങാൻ കാരണം ആരാന്നറിയാവോ? ഈ ദേവിയുടെ അച്ഛനാണ്. എന്നിട്ട് പിന്നെ അവളെ ഞാൻ വീണ്ടും കൂട്ടിക്കൊണ്ട് വരണല്ലേ? അതൊന്നും നടക്കില്ലമ്മേ, ഈ ജന്മത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞു. മോളെ, അങ്ങനെ നീ വാശി പിടിക്കരുത്, നിനക്കറിയാലോ. അങ്ങനെ വാശി പിടിച്ചിട്ടുണ്ട് ആനന്ദിന്റെ ജീവിതം തകർന്നു പോകും. നീ ഒന്നുകൂടെ ഒന്ന് ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. ആനന്ദിന്റെ മനസ്സൊന്ന് പറഞ്ഞു മാറ്റാൻ ശ്രമിക്കുക, അല്ലാതെ എടുത്തു ചാടി ഒരു ഡിവോഴ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ് ഇന്ദിരാമ ഉപദേശിക്കുന്നുണ്ട് ഗോമതിയെ. ആ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.